പെണ്ണറിയാതെ ബലാത്സംഗം ചെയ്യാനുള്ള വിദ്യ ലീഗർക്കല്ലാതെ വേറെ ഒരാൾക്കും അറിയില്ല. ഓൾ അറിഞ്ഞിട്ടില്ല എന്ന് ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. നമ്മളെ ഈ നാട്ടിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ പരിവർത്തനത്തിൻ്റെ സുഖങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോഴാണ് നിയമപരമായ നടപടികൾ എടുത്തിട്ടുള്ളത്. അത് ഇന്നും തുടരുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1957 സഖാവ് EMSൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ജന്മിക്ക് പാട്ടം കൊടുക്കട്ടെ. നമ്മൾ ജന്മി കുടിയാൻ വ്യവസ്ഥ, പാട്ടം വടിച്ച് ഊര മുറിഞ്ഞ കുടിയാൻ പാട്ടമാക്കിക്ക് കേസ് കൊടുത്ത് വിധിയാക്കി ഒഴിപ്പിച്ചെടുക്കുന്ന കുടിയാൻ, അത് നിർത്തലാക്കിയത് ആരാണ്? സഖാവ് EMS ആണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭൂപരിഷ്കരണ നിയമം കേരളത്തിലാണ് വന്നത്. അത് EMS ആയി. അങ്ങനെ ഓരോരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമ്മുടെ നാട്ടിലെ കൃഷിക്കാരും അല്ലാത്ത തൊഴിലാളികളുമായ സാധുക്കൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെടുമ്പോൾ, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് കിടപ്പിലാകുമ്പോൾ ഒരു ചെറിയ സഹായം വെച്ച് കൊടുത്തത് വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ ആരാണ് കൊടുത്തത്? സഖാവ് EK നായനാർ മുഖ്യമന്ത്രിയാകുമ്പോഴാണ് കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കുന്നത്. ഇന്നും വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ വൃദ്ധന്മാരായ ചില ആളുകളെങ്കിലും പെൻഷൻ വാങ്ങുന്നില്ലേ? അതെല്ലാം ആരാണ് ചെയ്തത്? അങ്ങനെ ഓരോ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതെല്ലാം ഇവിടെ ചെയ്ത് തീർത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇടക്കിടക്ക് അധികം വരുന്നതാണ്. ഇപ്പോൾ സഖാവ് നായനാർ പിണറായി വിജയൻ ആദ്യത്തെ 5 കൊല്ലം ഭരണം പൂർത്തിയാക്കി രണ്ടാമത്തെ 5ലേക്ക് കടന്നു. അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞ എന്താണ്? ഈ സംസ്ഥാനത്ത് വീടില്ലാത്ത ഒരാളും ഉണ്ടായിരിക്കാൻ പാടില്ല. സ്ഥലത്തിന് രേഖയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നിർത്തലാക്കിയിരിക്കുന്നു. 5 ലക്ഷം വീടുകളാണ് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. 8 കൊല്ലം പൂർത്തിയായപ്പോഴേക്ക് 4,20,555 വീടുകൾ പണി തീർത്ത് താക്കോല് കൊടുത്തു കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികളോട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു 3 കിലോമീറ്ററിൻ്റെ അകത്ത് ഇനി താമസിക്കാൻ പാടില്ല. കടലിൻ്റെ പക്കത്തുനിന്ന് 3 കിലോമീറ്റർ. എത്ര നൂറുകണക്കിന് വീടുകളാണ് പൊളിച്ചു പോയത്. ചെറിയ കൂരകൾ. സംഗതി ശരിയാണ്, കടലെടുത്ത് പോയാൽ അവന് ജീവിക്കാണ്ടാവില്ല. പക്ഷെ അവർ താമസിപ്പിക്കാനൊരു പദ്ധതി വേണ്ടേ? അവിടെയാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് മത്സ്യത്തൊഴിലാളി പുനർഗേഹം പദ്ധതി. ആ പദ്ധതി പ്രകാരം മുഴുവൻ ആളുകൾക്കും വീടുകൾ കെട്ടിക്കൊടുത്തു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കടലോരത്ത് വീടുകൾ കെട്ടി. ചില സ്ഥലങ്ങളിൽ ഫ്ലാറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് താമസിക്കാൻ. പട്ടയം കൊടുത്ത് 3,57,000 പട്ടയങ്ങൾ കൊടുത്തു കഴിഞ്ഞു. നിലമ്പൂരിലൊക്കെ ഉള്ള ആദിവാസികൾ, ഹരിജനങ്ങൾ ഭൂമിയില്ല, ഉള്ള ഭൂമിക്ക് കടലാസില്ല. അവരെയൊക്കെ ശരിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുമെന്ന് പിണറായി പറഞ്ഞില്ലേ? ഉയർത്തിയിട്ടില്ലേ? സർക്കാർ സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ കടലാസ് വാങ്ങി സ്വകാര്യ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നല്ലോ. അതിപ്പോൾ നിർത്തിയില്ലേ? ഗവൺമെൻറ് വിദ്യാലയങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാലയമായിട്ട് ഉയർത്തുമെന്ന് പറഞ്ഞത്. അവിടെ കെട്ടിടങ്ങൾ പുതുക്കി പണിതു. അധ്യാപകരില്ലാത്തവർ അധ്യാപകർ വെച്ചു. ജൂൺ 1-ാം തീയതി പുസ്തകം കുട്ടികളെ കയ്യിൽ കൊടുത്തു. അങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത്. 5 കൊല്ലം പൂർത്തിയായപ്പോൾ സ്ഥിതി, അതിൻ്റെ അനുഭവം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്നാൽ പത്രത്തിൽ റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ? 95% കുട്ടികൾ പാസ്സാകുന്ന കുട്ടികളെ മാർക്ക് നോക്കിയാൽ 97 മാർക്ക്. നമ്മളൊക്കെ പഠിച്ച കാലത്ത് 35 മാർക്ക് കിട്ടാൻ കഷ്ടപ്പെട്ടതായിരുന്നു. വിദ്യാലയങ്ങൾ അന്തസ്സായിട്ട്
അവിടെയൊക്കെ സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നു. ഇനി അവസാനത്തെ സാങ്കേതിക വിദ്യയിൽ ഇപ്പം ഏറ്റവും പുരോഗമിച്ചുണ്ട്. അതെന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന ഒരു യന്ത്രമുണ്ടാക്കി അതിന് നിർമ്മിത ബുദ്ധി കൊടുത്ത് ഒരു സ്വിച്ച് ഇട്ടാൽ അത് പ്രവർത്തിക്കും. അത് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പിണറായി വിജയൻ. അങ്ങനെ നോക്കിയാൽ ഒരുപാട് സംഗതികൾ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, പ്രായമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ എന്നൊരു പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്നതാരാ? തുടങ്ങിയ സഖാവ് നായനാരാണ്. അത് കുറേ കഴിഞ്ഞപ്പോൾ 600 രൂപയാക്കി. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുമ്പോൾ ഉമ്മൻചാണ്ടി അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ കുടിശ്ശിക ബാക്കി വെച്ചിട്ടാണ് പോയത്. പിണറായി പറഞ്ഞ് അത് പൂർണ്ണമായി കൊടുത്തു തീർക്കണം. മാത്രമല്ല 600 രൂപ നാളെ മുതൽ 1600 രൂപയാക്കി ഞാൻ കൊടുക്കും. അത് ഇന്ന് വരെ കൊടുക്കുന്നില്ലേ? ഇക്കൊല്ലത്തെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൊടുത്തു തീർത്ത് തുടങ്ങിയത്. 88-87 വയസ്സായ വൃദ്ധന്മാരും വൃദ്ധകളും ഈ 1600 രൂപ അങ്ങനെ എണ്ണി നോക്കിയിട്ട് ആ പല്ലില്ലാത്ത തൊള്ളോണ്ട് ഒരു ചിരി ചിരിക്കലുണ്ട്. എന്തൊരു സന്തോഷമാണ് അത് കാണുമ്പോൾ. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ വരുമ്പോഴേ നടത്തിയിട്ടുള്ളൂ എന്നത് സത്യമാണ്. നമ്മുടെ ആശുപത്രികൾ നോക്ക്, ഓരോ ബ്ലോക്കിലും ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്നാണ് പണ്ട് പറയുക. ഇന്ന് അതെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റി. ഡോക്ടർ ഉണ്ടാവില്ല, ഡോക്ടർ ഉണ്ടെങ്കിൽ മരുന്നില്ല, മരുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ കമ്പൗണ്ടറില്ല. ഇന്ന് ആ സ്ഥിതിയുണ്ടോ? എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും പൂർണ്ണമായി ഡോക്ടർമാരും മരുന്നും കമ്പൗണ്ടറും വിതരണം നടത്തുന്നു. ഏതെല്ലാം നിലയ്ക്ക് കാര്യങ്ങൾ നടക്കുന്നു എന്നറിയാലോ. ഇതിൻ്റെ ഫലമാണ് 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് പിണറായി വിജയൻ 2021 തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ 99 സീറ്റിനാണ് നമ്മളിപ്പോൾ ഭരിക്കുന്നത്. 99 സീറ്റില്ല. നിലമ്പൂർത്തോ മടക്കുത്തി ഓടി, അത് പോട്ടെ, ഞാൻ പറയുന്നില്ല വിട്ട്. 98 സീറ്റ് നമുക്കിപ്പോഴും ഉണ്ട്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, മൂന്നാം പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ സംശയമില്ല. അതാണ് ഇവർക്ക് ഈ ബേജാറ്. ലീഗുകാരന് ഒരു കൊല്ലം ഒരു 5 ടേമും കൂടി ഭരണമില്ലാതെ പോയാൽ ലീഗ് പിരിച്ചു കൊണ്ടി വരും. വേറെന്താ ലീഗിന് പണി? ഭരണത്തിലിരുന്ന് ആളുകളെ ഭീഷണിപ്പെടുത്തിയും അനീതി കാണിച്ച് അഴിമതി കാണിച്ച് പണമുണ്ടാക്കിയും ജീവിക്കല്ലാതെ വേറെന്താണ്? എടോ, മുക്രി മൊല്ലാക്കാൻ്റെ പെൻഷൻ പോലും ലീഗല്ലല്ലോ കൊടുത്തത്, നായനാരല്ലേ കൊടുത്തത്? സത്യമല്ലേ? മുക്രി പെൻഷൻ, ദേവസ്വം ബോർഡിലെ പൂജാരിക്ക് പെൻഷൻ, മൊല്ലാക്കൾക്ക് പെൻഷൻ, അതൊക്കെ ഇടതുപക്ഷ മുന്നണി. ഇവിടെ ആള് ജാതിയോ മതമോ നോക്കിയിട്ടല്ല, അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, പട്ടിണി കിടക്കുന്ന അവരെ നോക്കിയിട്ടാണ് കൊടുത്തത്. ഏതെങ്കിലും ഒരു ക്ഷേമ പദ്ധതി ലീഗും കോൺഗ്രസും ഭരിച്ചപ്പോൾ നടപ്പാക്കി എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുമോ? ഒന്നുമില്ല. നമ്മളെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. 5 കൊല്ലം ആ ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്തൊക്കെ എന്തെല്ലാം ആരോപണങ്ങൾ, എന്തെല്ലാം വേണ്ടാത്തരങ്ങൾ. ആർട്ടിഫിഷ്യൽ ഒരു കറണ്ട്, സൂര്യനിൽ നിന്ന് കറണ്ട് കൊണ്ടുവരുന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നല്ലോ. അവർ ചെയ്തിട്ടുള്ള അടിമതി, കള്ളത്തരം അന്വേഷണം വെച്ചു ആ റിപ്പോർട്ടൊക്കെ മേശപ്പുറത്തുണ്ട്. എന്തെല്ലാം അപകടങ്ങൾ. അതല്ലാതെ ഒന്നുമില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഒരു വർഗീയ കലാപം നമ്മളെ കേരളത്തിൽ 9 കൊല്ലമായിട്ടുണ്ടായോ? ഇങ്ങനെയായിരുന്നു അവരുടെ ഭരണകാലത്ത്. ബേപ്പൂർ മണ്ഡലത്തിൽ മാത്രം 15 കൊല്ലം ഞാൻ MLA ആയിരുന്നു അവിടെ. ഞാൻ 2001 പോന്നത്. 2002 വർഗീയ കലാപം നടന്നു, 9 ആൾ മരിച്ചു. 2003 വീണ്ടും കലാപം ഉണ്ടായി, 6 ആൾ പിന്നെയും പോയി. അങ്ങനെ എത്ര സ്ഥലത്ത്, തിരുവനന്തപുരത്ത്, പാലക്കാട്ട് RSSന്റെ യുവജന ജാഥ പോയതാ. അത് അങ്ങാടി കലക്കി അവസാനം വെടിവെപ്പായി. ഒരു പെണ്ണ് വെടികൊണ്ട് മരിച്ചു, സിറാജുന്നിസ, പാലക്കാട്ട്. ഓർമ്മയില്ലേ ഞങ്ങൾക്ക്? അതുപോലെ തന്നെ ബിനു എന്ന ഒരുത്തനെ നമ്മുടെ നാദാപുരം കലാപം, എന്തെല്ലാം പള്ളി ചവിട്ടി പൊളിക്കൽ, വെടി, ബിനുവിനെ വെട്ടി കറച്ചു കൊന്നു,
കൊന്നപ്പോൾ ലീഗുകാർ പറഞ്ഞത് എന്താണെന്നറിയോ? അവരാണ് കൊന്നത്. ബിനു തെരുവമ്പറമ്പിൽ നബീസായുന്നൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു എന്നാണ് സത്യം. ആ പെണ്ണ് ഇതറിയില്ല. 15 ദിവസം കഴിഞ്ഞിട്ടാണ് ആ സ്ത്രീ അവളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടത്. അപ്പോൾ ഒരു പത്രക്കാരെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി ആരും ഒന്നും ചെയ്തിട്ടില്ല. പെണ്ണറിയാതെ ബലാത്സംഗം ചെയ്യാനുള്ള വിദ്യ ലീഗർക്കല്ലാതെ വേറെ ഒരാൾക്കും അറിയില്ല. ഓൾ അറിഞ്ഞിട്ടില്ല എന്ന് ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. അതിനാണ് നമ്മൾ ബിനുവിനെ വെട്ടിക്കൊന്നത്. അപ്പം നാദാപുരത്ത്, ബേപ്പൂര്, പാലക്കാട്, കണ്ണൂരത്തെ കഥ ഞാൻ പറയണോ? 3 ദിവസം പറഞ്ഞാൽ തീരൂല. പള്ളി പൊളിക്കാൻ വന്ന RSSകാരനെ തടഞ്ഞു നിർത്തി വെട്ടുകൊണ്ട് മരിച്ചു നമ്മുടെ സഖാവ്. ഞാൻ ചോദിക്കട്ടെ, ഈ 9 കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നോ? അപ്പം അക്രമമില്ലാത്ത, വർഗീയ കലാപമില്ലാത്ത, സമാധാനപരമായ ഒരു അന്തരീക്ഷം. ഈ 9 കൊല്ലത്തിനിടയ്ക്ക് മന്ത്രിമാരോ MLA-മാരോ 5 പൈസയോട് അഴിമതി നടത്തിയെന്നൊരാരോപണമുണ്ടോ? ഒരിക്കലുമില്ല. അഴിമതി ആരോപണമില്ല, വർഗീയ കലാപമില്ല, വികസന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ശക്തിയായിട്ട് കൊണ്ടുപോകുന്നു.